ഹായ് പാർട്ട്നേഴ്സ്, സൗദിയിൽ ഇൻകം ടാക്സ് കുറയ്ക്കാൻ വേണ്ടി ഇടപാടിന്റെ പേര് മാറ്റുകയോ പ്രോഫിറ്റ് വേറൊരാളുടെ പേരിലേക്ക് മാറ്റുകയോ ചെയ്താൽ സാഡ്ക കണ്ടുപിടിക്കുമോ? തീർച്ചയായും കണ്ടുപിടിക്കും. ഇന്നത്തെ സൊല്യൂഷൻ അതിനെക്കുറിച്ചാണ്. ആദ്യമേ ഓർത്തിരിക്കുക, സൗദി ഇൻകം ടാക്സ് നിയമത്തിലെ ആർട്ടിക്കിൾ 63ൽ ആന്റി ടാക്സ് അവോയ്ഡൻസ് എന്ന പേരിൽ ശക്തമായ ചില അധികാരങ്ങൾ സാഡ്കയ്ക്ക് നൽകിയിട്ടുണ്ട്. ഇതിൽ പ്രധാനം 3 കാര്യങ്ങളാണ്. ഒന്ന്, സബ്സ്റ്റാൻസ് ഓവർ ഫോം, അതായത് പേര് മാറ്റിയാൽ കാര്യം മാറില്ല. നമ്മളൊരു ഇടപാടിന് പേപ്പറിൽ എന്ത് പേര് കൊടുത്തു എന്നുള്ളതല്ല, യഥാർത്ഥത്തിൽ അവിടെ എന്ത് നടന്നു എന്നതാണ് സാഡ്ക നോക്കുന്നത്. ഉദാഹരണത്തിന്, നമ്മളൊരു ജീവനക്കാരന് ലോണ് കടം കൊടുത്തു, എന്നിട്ട് അത് ചെലവായി കാണിച്ച് ടാക്സ് ഒഴിവാക്കാൻ വേണ്ടി അതിനെ ശമ്പളം, സാലറി എന്ന് പേരിട്ട് എന്ന് കരുതുക. സാഡ്ക അത് പരിശോധിക്കുമ്പോൾ അത് ശരിക്കും ലോൺ ആണെന്ന് ബോധ്യപ്പെട്ടാൽ അവർ അതിനെ ശമ്പളമായി, ചെലവായി കണക്കാക്കില്ല. പകരം ആ തുകക്ക് കൂടി ഇൻകം ടാക്സ് ഈടാക്കും. 2, ഇൻകം ടാക്സ് ഇല്ലാത്ത ഇടപാടുകൾ തള്ളിക്കളയൽ. നമ്മളൊരു ബിസിനസ് ഇടപാട് നടത്തി, പക്ഷെ അത് ബിസിനസ് പരമായ ഒരു ഗുണവുമില്ല, വെറും ടാക്സ് കുറക്കുക എന്നത് മാത്രമാണ് ഇതിന്റെ ലക്ഷ്യമെങ്കിൽ സാഡ്കയ്ക്ക് ആ ഇടപാട് പൂർണ്ണമായും ഡിസ്റിഗാർഡ് ചെയ്യാൻ അധികാരമുണ്ട്. 3, ഇൻകം സ്പ്ലിറ്റിംഗ്. ചില ആളുകൾ ഇൻകം ടാക്സ് കുറയ്ക്കാൻ വേണ്ടി നമ്മുടെ ഇൻകം നമ്മളുമായി ബന്ധപ്പെട്ട മറ്റൊരാളുടെ, ഉദാഹരണത്തിന് ഭാര്യയുടെയോ മക്കളുടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കമ്പനിയുടെ പേരിലേക്ക് മാറ്റിയാൽ സാഡ്ക അത് സമ്മതിക്കില്ല. അവർ ആ വരുമാനം തിരികെ നമ്മുടെ അക്കൗണ്ടിലേക്ക് തന്നെ റീലൊക്കേറ്റ് ചെയ്ത് ഇൻകം ടാക്സ് കണക്കാക്കും. ഇനി നമ്മൾ നമ്മുടെ തന്നെ മറ്റൊരു കമ്പനിയുമായി ഇടപാട് നടത്തുമ്പോൾ വില കുറച്ച് കാണിച്ച് ടാക്സ് വെട്ടിച്ചാലോ? അതാണ് റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസ്. അതും പിടിക്കപ്പെടും. അതെങ്ങനെയാണെന്ന് അടുത്ത വീഡിയോയിൽ പറയാം. ഹോപ്പ് ടു സീ അഗൈൻ. നൗഷാദ് അക്യുറേറ്റ്.